വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവനും മാർഗദർശനമായിക്കൊണ്ട് അവതരിപ്പിച്ച അവസാന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മാനവ സമൂഹത്തിനുള്ള വഴികാട്ടിയും വെളിച്ചവുമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. സർവ്വ ലോകർക്കുമുള്ള കാരുണ്യമായിക്കൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആനെ അവതീർണമായിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോക സൃഷ്ടാവ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ന്യായപ്രമാണം വന്നു കിട്ടിയിരിക്കുന്നു, അഥവാ വ്യക്തമായ ഒരു പ്രകാശം നാം ഇതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. സൂറത്തുൽ നിസാഇന്റെ 4-ാമത്തെ സൂറത്തിലെ 174-ാമത്തെ വചനമാണ്. ഇന്ന് പരിശുദ്ധ ഖുർആൻ ആർക്കും ഏത് ഭാഷയിലും പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ സൃഷ്ടാവ് നമുക്ക് സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട്. ആർക്കും നമുക്ക് പരിശോധിക്കാൻ പറ്റും. എന്നാൽ ഈ സത്യത്തിനെതിരായി പല ആളുകളും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ആരോപണം നമ്മൾക്ക് കേൾക്കാം. ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ, കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ഒരെണ്ണം പറ. ഇദ്ദേഹം ഇവിടെ ചോദിക്കുന്നുള്ളത്, മനുഷ്യന് കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുള്ള 114 അധ്യായങ്ങളും 6000-ൽ പരം വചനങ്ങളും അതേപോലെ തന്നെ 77,000-ൽ പരം പദങ്ങളും അതേപോലെ തന്നെ 3,20,000-ൽ കൂടുതലുള്ള അക്ഷരങ്ങളും ഓരോന്നും എല്ലാം തന്നെ മനുഷ്യന് ആവശ്യമുള്ളത് തന്നെയാണ്. കാരണം ആ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സംസാരമാണ്. ഒരു മനുഷ്യന് ആ സൃഷ്ടാവിനെ എന്താണ് ഒരു മനുഷ്യന് ആവശ്യമുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും. ഇനി ഇദ്ദേഹം ചോദിച്ചില്ല, അയൽവാസികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ടോ എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം കേട്ടു നോക്കൂ. وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ഈ വചനത്തിലൂടെ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നുള്ളത്? നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം. അത് ദൈവത്തിനുള്ള അള്ളാഹുവിനുള്ള അവകാശമാണ്. അത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, അഥവാ ശിർക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിനെ മാത്രം ആരാധിക്കണം. കാരണം നിങ്ങളുടെ സൃഷ്ടാവാണവൻ. സൃഷ്ടികളിൽ നിന്ന് ദൈവത്തിന് അവകാശപ്പെട്ട കാര്യമാണ് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം, ബന്ധുക്കളോടും അനാഥരോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽവാസികളോടും സഹവാസികളോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യണം. ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പൊങ്ങച്ചക്കാരാണ്, ദുരഭിമാനികളാണ്. അത്തരം ആളുകളെ നിങ്ങളുടെ രക്ഷിതാവ് ഇഷ്ടപ്പെടുകയില്ല, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ അയൽവാസിയുമായി ബന്ധപ്പെട്ട കടമകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈമാനുമായി വിശ്വാസവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ നമ്മൾ കാണാൻ പറ്റും, അല്ലാഹുവാണെ സത്യം വിശ്വാസിയാവുകയില്ല, അള്ളാഹുവാണെ സത്യം വിശ്വാസിയാവുകയില്ല, അള്ളാഹുവാണെ സത്യം വിശ്വാസിയാവുകയില്ല എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അപ്പോൾ ചോദിക്കപ്പെട്ടു, ആരാണ് പ്രവാചകരെ അവർ? താങ്കൾ ആവർത്തിച്ച് സത്യം ചെയ്ത് പറയുന്നുണ്ടല്ലോ, ആരാണ് വിശ്വാസി ആവാത്തത് എന്ന് ചോദിച്ചപ്പോൾ, ഏതൊരുവന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനാവുന്നില്ലയോ അവനാണ് വിശ്വാസിയാകാത്തത്. അപ്പോ യഥാർത്ഥ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ജൂതൻ എന്നോ നസ്രാനി എന്നോ അതേ സമയത്ത് ഈ ഇദ്ദേഹത്തെ പോലുള്ള യുക്തിവാദി എന്നോ നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഇനി ആരാണെങ്കിലും അയൽവാസിക്ക് നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നതിനേക്കാൾ മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് ഒരു ധാരണ വെച്ച് പുലർത്തി വിമർശിക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലെ അപാസ്യനായി പോകുമെന്നാണ് താങ്കളോട് ഉണർത്താനുള്ളത്.
നാഥൻ താങ്കൾക്ക് സത്യം മനസ്സിലാക്കാനും സത്യം അന്വേഷിക്കാനുള്ള ഒരു സൽപാത ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.